വെൽക്കം ടു കൊമേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം, നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പറയാം, നമുക്ക് ഒരു ജനറൽ ടോപ്പിക്കുമായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കാവുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് നോക്കാം. സോ നമുക്കിതിന്റെ മീനിങ്ങിലേക്ക് നോക്കാം. സോ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് the activity facilitate physical movement of goods as well as individual from one place to another. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് പീപ്പിളിനാണെങ്കിലും മൂവ്മെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റേറ്റിംഗ് ആക്ടിവിറ്റി ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത്, ഇറ്റ്സ് an activity that physical movement of goods as well as individual from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സും അതുപോലെ തന്നെ പീപ്പിളിനെയും മൂവ് ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ പറയുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. അതായത് ഇപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രശ്നം. സോ അതാണ് ഇവിടെ ഹിൻഡ്രൻസ് ആയിട്ട് പറയുന്നത്, പ്രോബ്ലം ഓഫ് എൻ്ററിംഗ് ഇൻടു എ പ്ലേസ്. ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രശ്നം നമുക്ക് ത്രൂ ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ദി ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ഒരു പ്ലേസിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. സോ ഇത്രയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ മീനിങ്ങിൽ പറയുന്നത്. സോ മീനിങ് ക്ലിയർ അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ refers to the activity that facilitate the physical movement of goods as well as individual from one place to another. Then പിന്നെ പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ദി ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. പ്ലേസിലേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം നമുക്ക് ത്രൂ ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഗുഡ്സും സർവീസസും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് കണക്ട് ദ പ്രൊഡ്യൂസർ ആൻഡ് ദി കൺസ്യൂമർ. അതായത് ഒരു ഗുഡ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസറും അത് യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് കൺസ്യൂമറെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞത്, ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് കണക്ട് ദ പ്രൊഡ്യൂസർ ആൻഡ് ദി കൺസ്യൂമർ. ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയും അതിലൂടെ പ്രൊഡ്യൂസറെയും നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമറെയും കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്, സോ രണ്ടാമത്തെ ഇതാണ് പറയുന്നത് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇതിൽ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് കൂടുതലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ടു പ്രൊവൈഡ് ജോബ്സ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് റിലേറ്റഡ് സർവീസസ്. നമുക്കറിയാം, നമ്മൾ കാണുന്ന ട്രാൻസ്പോർട്ടേഷൻ ബസ് അല്ലെങ്കിൽ ട്രെയിൻ ഒക്കെ ആണെങ്കിൽ അവിടെ ഇപ്പോൾ കണ്ടക്ടേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിലാണെങ്കിൽ ലോക്കോ പൈലറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അതുപോലത്തെ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ജോബ്സും ഉണ്ട്, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഓഫീസ്, ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ ഓഫീസ് വർക്ക് ചെയ്യാനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ അങ്ങനെ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പറയുന്നത്. സോ ഇറ്റ് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് പ്രൊവൈഡ് ജോബ്സ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് റിലേറ്റഡ് സർവീസസ്. ഇതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ഏതാണെന്ന് നോക്കാം. സോ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് എൻഷ്യൂർ നാഷണൽ ഇന്റഗ്രിറ്റി. അതിൽ പറയുന്നത് ഇറ്റ് കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇപ്പോൾ കൺട്രിയിൽ ഉള്ളിൽ മാത്രമല്ല നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സോ അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. നമുക്കുള്ള സ്ഥലവുമായിട്ട് നമുക്ക് മറ്റു കൺട്രികളിൽ കണക്ഷൻസ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ത്രൂ ട്രാൻസ്പോർട്ടേഷനിലൂടെ സാധിക്കുന്നുള്ളതാണ് ഇവിടെ എൻഷ്യൂർ നാഷണൽ ഇന്റഗ്രേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. സോ നാലാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതിൽ പറയുന്നത് പീപ്പിൾ ക്യാൻ ഗെറ്റ് പ്രൊഡക്റ്റ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്
that improving comfort and lifestyle. ഇതിൽ പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോറിൻ രാജ്യങ്ങളിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ സാധിക്കുന്നത് ത്രൂ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. സോ അങ്ങനെ നമ്മൾ ഫോറിൻ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറും, നമ്മുടെ ക്ലോത്തിങ് സ്റ്റൈൽസ് ഒക്കെ നമ്മൾ മാറുന്നുണ്ട്. സോ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റാൻഡ് ഓഫ് ലിവിംഗ് ആണ് ഇവിടെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുന്നത്. സോ അങ്ങനെ സ്റ്റാൻഡ് ഓഫ് ലിവിംഗ് കൂടുന്നതൊക്കെ ത്രൂ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് ഇവിടെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഇംപ്രൂവ് ദ സ്റ്റാൻഡ് ഓഫ് ലിവിംഗ്. നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ നിന്ന് നമുക്ക് കുറേ പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. സോ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡ് ഓഫ് ലിവിംഗ് കൂടി ഇമ്പ്രൂവ് ആകുന്നതെന്നാണ് നാലാമത്തെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് എന്താ നമുക്ക് നോക്കാം. സോ ലാസ്റ്റത്തെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത് പ്രൊമോട്ട് അഗ്രികൾച്ചർ. ഇതിൽ പറയുന്നത് the farmers can send their crop to distinct market and get a fair price for the product. അതായത് ഫാമേഴ്സിന് അവർ കൃഷി ചെയ്തുണ്ടാക്കിയ പ്രൊഡക്റ്റ് അവർക്ക് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽക്കാനും അതുപോലെ തന്നെ അത് വിൽക്കുന്നതിലൂടെ അവർക്കൊരു ഇൻകം ഏൺ ചെയ്യാനും ത്രൂ ട്രാൻസ്പോർട്ടേഷനിലൂടെ സാധിക്കുന്നതാണ്. സോ അതിലൂടെ അവർക്ക് അഗ്രികൾച്ചർ കൂടുതലായിട്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്, പ്രൊമോട്ട് അഗ്രികൾച്ചർ. സോ ഫാമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനും അവിടെ വിറ്റിട്ട് നമ്മൾ അവർക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഇതുവരെ പറഞ്ഞത്. ഒന്നാമത്തത് ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ്മെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണത് ട്രാൻസ്പോർട്ടേഷൻ. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞത്. രണ്ടാമത്തെ ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കാണുന്നത് ബസ്സിലൊക്കെയാണ്, ബസ് ഡ്രൈവർ എന്നുള്ള ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ആണെങ്കിൽ അവിടെ ഓഫീസ് വർക്ക് ചെയ്യുന്ന കുറച്ച് ജോലിക്കാരുണ്ട്. സോ അവർക്കൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ ട്രാൻസ്പോർട്ടേഷന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മൂന്നാമത് എൻഷുർ നാഷണൽ ഇന്റഗ്രിറ്റി. നമുക്കറിയാം, നമുക്ക് ത്രൂ വേൾഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് മറ്റൊരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥലവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാനായിട്ട് ത്രൂ ട്രാൻസ്പോർട്ടേഷനിലൂടെ സാധിക്കുന്നു. നാലാമത്തെ പറഞ്ഞത് ഇംപ്രൂവ് സ്റ്റാൻഡ് ഓഫ് ലിവിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫോറിൻ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ ഫോറിൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിങ് സ്റ്റൈൽസ് ഒക്കെ മാറുന്നുണ്ട്. സോ അതൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ എന്തെങ്കിലും സ്റ്റാൻഡ് ഓഫ് ലിവിംഗ് കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് അത് പ്രൊമോട്ട് അഗ്രികൾച്ചർ. ഫാമേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് അവർ കൃഷി ചെയ്തെടുത്ത ക്രോപ്പൊക്കെ അവർക്ക് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും അതിലൂടെ അവർക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാനും ത്രൂ ട്രാൻസ്പോർട്ടേഷനൊക്കെ സാധിക്കുന്നുണ്ട്. സോ ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, രണ്ടാമത്തത് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, മൂന്നാമത്തത് എൻഷുർ നാഷണൽ ഇന്റഗ്രേഷൻ, നാലാമത്തത് ഇംപ്രൂവ് സ്റ്റാൻഡ് ഓഫ് ലിവിംഗ്, അഞ്ചാമത്തത് പ്രൊമോട്ട് അഗ്രികൾച്ചർ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ മോഡ്സ് ആണ്, ഏതിലൂടെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്തത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് നോക്കാം. സോ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അടുത്ത് നോക്കുന്നത് അതിൽ ഒന്നാമത്തെ മോഡ്സ് ആണ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതിൽ വരുന്ന രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടേഷനും ഒന്ന് റെയിൽ ട്രാൻസ്പോർട്ടേഷനും. റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മൂവിങ് people and goods by bicycle, car or truck etc. It is suitable for short distance. നമ്മൾ കാണുന്നതാണ് റോഡിലൂടെയൊക്കെയുള്ള ബസ്സിലായാലും അല്ലെങ്കിൽ കാർ അല്ലെങ്കിൽ ട്രക്കിലൂടെയൊക്കെയുള്ള ഗുഡ്സിന്റെ മൂവ്മെന്റ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യിപ്പിക്കുന്നത് ബൈ ബസ്സും കാറൊക്കെ ആണെങ്കിൽ അത് വരുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷനിലാണ്. സോ അത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കായിരിക്കും ആ ഒരു ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. അതാണ് റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നതാണ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം ബൈ ട്രെയിൻ ആണ്. ഇപ്പോൾ ഗുഡ്സ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബൈ ട്രെയിനിലൂടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നത് റെയിൽ ട്രാൻസ്പോർട്ടേഷനിലാണ്. വിച്ച് ഈസ് യൂഷ്വലി ഫോർ ലോങ് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ ആവുകയാണെങ്കിലാണ് നമ്മൾ ട്രെയിൻ നമ്മൾ യൂസ് ചെയ്യാറ്. സോ ഇത്രയൊക്കെയാണ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. ഒന്നാമത്തത് റോഡ് ട്രാൻസ്പോർട്ട് ത്രൂ റോഡ് അല്ലെങ്കിൽ ത്രൂ ബൈ ബസ് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ട്രക്കിലൊക്കെ ഇവിടെ നമ്മൾ ഗുഡ്സ് മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ റോഡ് ട്രാൻസ്പോർട്ട്. അത് യൂഷ്വലി ഫോർ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വേണ്ടിയിട്ടായിരിക്കും.
രണ്ടാമത്തെ പറഞ്ഞത് റെയിൽ ട്രാൻസ്പോർട്ട് ആണ്. നമ്മൾ ബൈ ട്രെയിനിലൂടെ നമ്മൾ ഗുഡ്സുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കംസ് അണ്ടർ റെയിൽ ട്രാൻസ്പോർട്ട് വിച്ച് ഈസ് യൂഷ്വലി ഫോർ ലോങ് ഡിസ്റ്റൻസ്. അതായത് ലോങ് ഡിസ്റ്റൻസിലേക്കാണ് നമ്മുടെ ഗുഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് വരുന്നത് റെയിൽ ട്രാൻസ്പോർട്ട് ആണ്. സോ അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണ് നോക്കാം. സോ രണ്ടാമത്തെ മോഡ്സ് ആണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. സോ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മൂവിംഗ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ബൈ ബോട്ട്, ഷിപ്പ് എക്സെട്ര ക്യാരി ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് ഓവർ ദ റിവേഴ്സ്, സീ ആൻഡ് ഓഷ്യൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഷിപ്പിലൂടെയോ ബോട്ടിലൂടെയോ ഒക്കെ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഇപ്പോൾ മെയിനായിട്ട് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കൊക്കെ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ പീപ്പിളിനൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. സോ അതൊക്കെ അത് ബൾക്കായിട്ട് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള എമൗണ്ട് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. സോ ത്രൂ ഓവർ ദ റിവേഴ്സിലൂടെയോ സീയിലൂടെയോ ഓഷ്യനിലൂടെയോ ഒക്കെയാണ് നമ്മൾ ആ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് കംസ് അണ്ടർ വാട്ടർ ട്രാൻസ്പോർട്ടിലാണ്. സോ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ പീപ്പിൾ ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും ഇപ്പോൾ ബൾക്ക് ആവാം അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഗുഡ്സോ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ബൈ ബോട്ട് വഴി അല്ലെങ്കിൽ ഷിപ്പ് വഴി നമ്മൾ ഓവർ ദ സീ അല്ലെങ്കിൽ ഓഷ്യൻ വഴി അല്ലെങ്കിൽ സീയിലൂടെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് മൂന്നാമത്തെ മോഡ്സിൽ നിന്ന് നോക്കാം. സോ മൂന്നാമത്തെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നതാണ് എയർ ട്രാൻസ്പോർട്ട്. അതിൽ പറയുന്നത് എയറോപ്ലെയിൻസ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ക്യാരി പാസഞ്ചേഴ്സ് ആൻഡ് ലൈറ്റ് ഗുഡ്സ് ക്വിക്ക്ലി ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഹെലികോപ്റ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ എയറോപ്ലെയിൻസ് ഒക്കെ വഴി നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നത് എയർ ട്രാൻസ്പോർട്ടിനാണ്. സോ ഇറ്റ് ഈസ് വെരി ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ പറഞ്ഞ രണ്ട്, ഒന്നാമത്തെ വാട്ടർ വേസ് ആണെങ്കിലും അല്ലെങ്കിൽ ലാൻഡ് വേസ് ആണെങ്കിലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് എയർ ട്രാൻസ്പോർട്ട് ആണ്. സോ ഇറ്റ് ഈസ് ഫോർ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പാസഞ്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ത്രൂ നമ്മുടെ എയറോപ്ലെയിൻസ് ഹെലികോപ്റ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് വരുന്നത് എയർ ട്രാൻസ്പോർട്ടിൻ്റെ അണ്ടറാണ്. സോ ഇത്രയൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ടിൽ പറയുന്നത്. ഹെലികോപ്റ്റേഴ്സ് വഴിയും എയറോപ്ലെയിൻസ് വഴിയും ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് ത്രൂ എയർ ട്രാൻസ്പോർട്ട് വഴിയാണ്. വിച്ച് ഈസ് വെരി ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ട് ടൈപ്സ് ഓഫ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ആൾക്കാർ റീച്ച് ചെയ്യാൻ പറ്റുന്നത് ത്രൂ എയർ ട്രാൻസ്പോർട്ട് വഴിയാണ്. സോ ഇനി നമുക്ക് നാലാമത്തെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കാം. സോ നാലാമത്തെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയുന്നത് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് ആണ്. ഇതിൽ വരുന്നത് യൂസ് ടു മൂവ് liquid and gases like petroleum and natural gases through pipeline. നമ്മൾ കാണാറില്ല റോഡിൻ്റെ സൈഡൊക്കെ. സോ പൈപ്പൊക്കെ ഇട്ടിട്ട് ഗ്യാസ് ആയാലും മറ്റു ലിക്വിഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ അതൊക്കെ വരുന്നത് ഈ ഒരു പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് വഴിയാണ്. അതായത് നമ്മുടെ ലിക്വിഡ് പെട്രോളിയം ആണെങ്കിലും മറ്റ് ഗ്യാസസ് ഒക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ത്രൂ പൈപ്പ് ലൈനിലൂടെ നമ്മൾ ഗുഡ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഐറ്റംസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നത് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടിലാണ്. അതാണ് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് പറഞ്ഞത്. ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ഐറ്റംസ് ആർ ട്രാൻസ്പോർട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ ത്രൂ പൈപ്പ് ലൈൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. ഇതാണ് നാലാമത്തേത് പറഞ്ഞത്. നമുക്ക് അഞ്ചാമത്തെ നോക്കാം. സോ ലാസ്റ്റത്തെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേബിൾ ട്രാൻസ്പോർട്ട്. അതിൽ പറയുന്നത് ഇറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഹില്ലി ഏരിയാസ് ഫോർ ക്യാരിങ് ഗുഡ്സ് ഓർ പീപ്പിൾ. അതായത് ഹില്ലി ഏരിയാസ്, ഇപ്പോൾ ഒരു ഹില്ലിൽ നിന്ന് മറ്റൊരു ഹില്ലിലേക്ക് ഗുഡ്സോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നമുക്ക് മൂവ് ചെയ്യിക്കണം, ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം ത്രൂ കേബിൾ വഴിയാണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കേബിൾ കാർസ് നമുക്ക് കാണാറില്ല ടി വിയിലൊക്കെ. കേബിൾ ഒരു മലയിൽ നിന്ന് മറ്റൊരു ഹിമാലയൻ റീജിയൻസിലൊക്കെ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് നമ്മൾ ത്രൂ കേബിൾ വഴി നമ്മൾ കേബിൾ കാർസിലൂടെയൊക്കെ നമുക്ക് ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു മലയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യമാണ് ഇവിടെ കേബിൾ ട്രാൻസ്പോർട്ടിൽ പറയുന്നത്. സോ ഇത്രയാണ് അഞ്ചെണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. ഒന്നാമത് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അതിൽ വരുന്നതാണ് റോഡ് ട്രാൻസ്പോർട്ടും ട്രെയിൻ ട്രാൻസ്പോർട്ടും. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ബൈ ബസ്സോ കാറോ ട്രക്കിലൂടെയൊക്കെ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ പീപ്പിളിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ
ട്രാൻസ്പോർട്ട്. ഒന്നാമതാണ് ലാൻഡ് ട്രാൻസ്പോർട്ട്, അതിൽ റോഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ട്രെയിൻ ട്രാൻസ്പോർട്ട് ഉണ്ട്. രണ്ടാമത്തതാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഷിപ്പിലൂടെയോ ബോട്ടിലൂടെയോ ഒക്കെ നമ്മൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ട്രാവൽ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നതാണ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ വരുന്നത്. മൂന്നാമത്തതാണ് എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ത്രൂ എയറോപ്ലെയിൻസോ അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് വഴി നമ്മൾ പാസഞ്ചേഴ്സിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അതിൽ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഗുഡ്സുകളൊക്കെയാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫർ ചെയ്യാറ്. ബാക്കിയുള്ള മോഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നാലാമത്താണ് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട്. പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പെട്രോളിയം പോലത്തെ പ്രൊഡക്ട്സ് ഗ്യാസസുകളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൈപ്പ് ലൈൻ ട്രാൻസ്ഫർ. ലിക്വിഡ് ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ ഇപ്പോൾ പൈപ്പ് ലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യും. അഞ്ചാമത്താണ് കേബിൾ ട്രാൻസ്പോർട്ട്. അതായത് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് അതിപ്പോൾ ഒരു ഹില്ലിൽ നിന്ന് മറ്റൊരു ഹില്ലിലേക്ക് സാധനങ്ങളോ അല്ലെങ്കിൽ പീപ്പിളിലും ട്രാൻസ്ഫർ മൂവ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബൈ കേബിൾ കാർസ് പോലുള്ള ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതാണ് കേബിൾ ട്രാൻസ്പോർട്ട്. കേബിൾ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയൊക്കെയാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ വരുന്നത്. ഒന്നാമത്തെ ലാൻഡ്, അതിൽ റോഡ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്. രണ്ടാമത്തെ വാട്ടർ ട്രാൻസ്പോർട്ട്, മൂന്നാമത്തെ എയർ ട്രാൻസ്പോർട്ട്, നാലാമത്തെ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട്, അഞ്ചാമത്തെ കേബിൾ ട്രാൻസ്പോർട്ട്. ഇത്രയൊക്കെയാണ് മോഡ്സിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചു, ട്രാൻസ്പോർട്ടേഷനെ കുറച്ച് ഇമ്പോർട്ടൻസും പഠിച്ചു. ലാസ്റ്റ് നമ്മൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്